Question number 15. Yes. Again a question from current electricity. A wire of resistance R is bent into an equilateral triangle and an identical wire is bent into a square. Okay, ഒന്ന് equilateral triangle ആക്കി മറ്റേത് സ്ക്വയർ പോലെ ബെൻഡ് ചെയ്തു. Ratio of resistance between the two end points of an edge of the triangle to that of the square is. Yes. Simple question ആണ് നോക്കാം. ഒന്ന് നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലേക്ക് മാറ്റി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സ്വാഭാവികമായിട്ടും ഒരു സൈഡ് എത്ര ഉണ്ടാവുക? R/3 അല്ലേ? R/3 ആൻഡ് ദിസ് ഈസ് R/3 ആൻഡ് ദിസ് ഈസ് R/3. ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് AB. രണ്ടാമത്തത് അതേ സംഭവം നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് മാറ്റി. സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ആകുന്ന സമയത്ത് ദിസ് ഈസ് R/4. വൺ സൈഡ് R/4. റെഡി? R/4. This is R/4 and this is A and this is B. AB. ഓക്കെ, രണ്ട് കേസിലും നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ കേസിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിൽ നോക്കൂ, ഇതെടുക്കുകയാണെങ്കിൽ എക്രോസ് ഇവിടെ റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവുക? R/3 എത്ര? 2R/3. ആ 2R/3യും R/3യും പാരലൽ. അപ്പോൾ 2R/3 ഇൻറ്റു R/3. R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 പ്ലസ് R2 എത്ര? 2R/3 പ്ലസ് R/3 is R. ദാറ്റ് ഈസ് ഈക്വൽ ടു 2R ഡിവൈഡഡ് ബൈ 9 കിട്ടും ഇവിടെ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് R/4 ഇൻറ്റു 3R/4. R1 R2 ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ R എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/16R എന്ന് കിട്ടും. യെസ്, ഇതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ R1 എന്നും ഇതിനെ R2 എന്നും വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ R1 ഡിവൈഡഡ് ബൈ R2 ആണ് ക്വസ്റ്റ്യൻ. 2R ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 3R. R കട്ട്. 32 divided by 27 is the right answer. 32 divided by 27. Option 4 is correct. Option 4 is the right answer.